ഏവർക്കും ആൻജിസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കേരള സ്റ്റൈൽ മട്ടൺ റോസ്റ്റ് ആണ്. ഇതെങ്ങനെ ഉണ്ടാക്കാമെന്നും ഇതിനു വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നും നമുക്ക് നോക്കാം. ആദ്യം തന്നെ മട്ടൺ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടത് എന്തൊക്കെയാണെന്ന് നോക്കാം. മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ, ഏകദേശം 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല. ഇത് താക്കോലം, പട്ട, ഗ്രാമ്പു എന്നിവ ഡ്രൈ റോസ്റ്റ് ചെയ്ത് പൊടിച്ചെടുത്തതാണ്. ഉപ്പ് ആവശ്യത്തിന്. ഇത് മട്ടൺ ആട്ടിറച്ചി, നല്ല ടെൻഡർ ഇറച്ചിയാണ്. ഇത് ഏകദേശം 1 കിലോ വിത്ത് ബോൺസ് ആണ് എടുത്തിരിക്കുന്നത്. ഇത് കഴുകി വൃത്തിയാക്കി എടുത്ത മട്ടണിലേക്ക് നമ്മൾ ഈ പൊടികളെല്ലാം, അതായത് മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ, മുളക് പൊടി, പിന്നെ കുരുമുളക് പൊടി, ഇനി ഗരം മസാല, മല്ലിപ്പൊടി, ഉപ്പ്. ഇതൊരു പകുതി ഉപ്പാണ് ഇപ്പം ചേർക്കുന്നത്. ബാക്കി നമുക്ക് പിന്നെ ഗ്രേവിയിലോട്ട് ചേർക്കാം. ഇതെല്ലാം ചേർത്ത് മാരിനേറ്റ് ചെയ്ത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തിട്ട് ഏകദേശം ഒരു 1/2 തൊട്ട് 3/4 മണിക്കൂറോളം നമുക്ക് ഫ്രിഡ്ജിൽ വെക്കണം. ഫ്രിഡ്ജിലെന്ന് പറഞ്ഞാൽ ഫ്രീസറിലല്ല, താഴെ വെച്ചാൽ മതി. അത് ഏകദേശം ഒരു 3/4 മണിക്കൂറോളം വെക്കണം. ഇത് ഞാൻ വിനീഗർ ചേർക്കാതെ മാരിനേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇതാണ് എല്ലാം ഇളക്കി നന്നായി മിക്സ് ചെയ്ത ശേഷം ഇനി ഇതിനെ ഒരു 1/2 തൊട്ട് 3/4 മണിക്കൂർ വരേക്കും ഞാൻ ഫ്രിഡ്ജിൽ വെക്കുകയാണ്. ഇനി വഴറ്റാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഉലുവ ഏകദേശം ഒരു 1/2 ടീസ്പൂൺ, കസ്കസ് ഒരു 1/2 ടീസ്പൂൺ വേണം, കാശ്മീരി ചില്ലി പൗഡർ ഏകദേശം ഒരു 2.5 ടീസ്പൂൺ, കുറച്ച് നമ്മൾ മാരിനേഷനിൽ ചേർത്തിട്ടുണ്ട്. പിന്നെ എണ്ണ ഏകദേശം ഒരു 3 തൊട്ട് 4 ടീസ്പൂൺ വരെ ആകാം. അതെല്ലാം ആവശ്യത്തിനനുസരിച്ച് മാറ്റാം. ഇത് ഗരം മസാല പൗഡറാണ്, നേരത്തെ കുറച്ച് ചേർത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഏകദേശം ഒരു 1/2 ടീസ്പൂൺ ചേർക്കുന്നു. ഏലക്കാപ്പൊടി ഒരു 1/4 ടീസ്പൂൺ, പിന്നെ പെരുംജീരകപ്പൊടി അതും ഒരു 1/2 ടീസ്പൂൺ. ഇവയെല്ലാം കുക്കിങ്ങിന്റെ അവസാന സ്റ്റേജിലോട്ടാണ് നമ്മൾ ചേർക്കുക. പിന്നെ കുരുമുളക് പൊടി ഏകദേശം ഒരു 1.5 ടീസ്പൂൺ വേണം. മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ, മല്ലിപ്പൊടി ഒരു 2.5 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്. ഇനി ഇതിലോട്ട് വഴറ്റി ചേർക്കാനായിട്ടുള്ള ഉള്ളി ഏകദേശം ഒരു 2 ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. മീഡിയം സൈസ് ഉള്ളി ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. ഒരു 2.5 ഇഞ്ച് ഇഞ്ചിയും പിന്നെ ഒരു 14 അല്ലിയോളം വെളുത്തുള്ളിയും കൂടെ അമ്മിക്കല്ലിൽ വെച്ച് ചതച്ചെടുത്തത്, ഒരു 3 പച്ചമുളക് ചെറുതായി അരിഞ്ഞെടുത്തത്, 2 തക്കാളി, ഇത് ഒരു മീഡിയം സൈസ് തക്കാളിയാണ്, 2 എണ്ണം ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുത്തത്, ഒരു 4 കൊന്ത് കറിവേപ്പില, കുറച്ച് പുതിനയില, ഇത് ഏകദേശം ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 കപ്പ് മല്ലിച്ചപ്പ്. ഇത് മല്ലിയും പുതിനയെല്ലാം ഓപ്ഷണലാണ്. ഇനി ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. മൂട് കട്ടിയുള്ള പാത്രം നന്നായി ചൂടായ ശേഷം അതിലേക്ക് ഏകദേശം ഒരു 3 തൊട്ട് 4 ടീസ്പൂൺ വരെ കുക്കിംഗ് ഓയിൽ, ഞാനിവിടെ വെജിറ്റബിൾ ഓയിലാണ് എടുത്തിരിക്കുന്നത്. എണ്ണ നന്നായി ചൂടായ ശേഷം അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഉലുവ ഏകദേശം ഒരു 1/2 ടീസ്പൂൺ ഉണ്ട്. ഇതിട്ട് ഒന്ന് ചൂടാക്കി കൊടുക്കുക. അതായത് ആ ഉലുവ ഒന്ന് പൊട്ടി തുടങ്ങണം. അപ്പം നന്നായി പൊട്ടിയതിന് ശേഷം അതിലേക്ക് കസ്കസ് ചേർക്കാം. കസ്കസ് ചേർത്ത് കൂടുതൽ നേരം ഇടേണ്ട ആവശ്യമില്ല. ഉടനെ തന്നെ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളി അത് ചതച്ച് വെച്ചിരിക്കുന്നതാണ്, അത് ചേർത്ത് അതിൻ്റെ ആ പച്ചപ്പ് പോകുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ആ പച്ചപ്പെല്ലാം പോയതിന് ശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില, ഇത് ഈ കറിവേപ്പില ആദ്യം ചേർക്കുന്നത് ആ എണ്ണയിൽ തന്നെ അതിൻ്റെ ഒരു മണം വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വളരെ കുറച്ചൊരു 3 കറിവേപ്പില മാത്രം ചേർത്താൽ മതി. എന്നിട്ട് ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഉള്ളി അതിനെയും ചേർത്ത് മിക്സ് ചെയ്യുക. ഒപ്പം കുറച്ച് ഉപ്പും ചേർക്കുക. ഇത് നന്നായി മിക്സ് ചെയ്ത് ആ ഉള്ളിയുടെ ഒരു ഗ്ലാസി ടെക്സ്ചർ വരുന്നത് വരേക്കും ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതെല്ലാം ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ചെയ്യുന്നത്. ഇതൊന്ന് ഗ്ലാസി ആയതിനു ശേഷം അതിലേക്ക് നമുക്ക് പച്ചമുളക് ചേർക്കാം. ഇനി തക്കാളി, അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും നമുക്കിതിലേക്ക് ചേർക്കാം. ഈ കൂട്ട് നന്നായി കൂട്ടി യോജിപ്പിച്ച ശേഷം ഇതിനെ നമുക്ക് ഒന്ന് അടച്ചു വെച്ച് ഒന്ന് വേവിക്കാം. ആ തക്കാളി ഈ മിക്സുമായിട്ട് നന്നായിട്ട്
ചേരുന്നത് വരേക്കും വേവിക്കണം. ഏകദേശം ഒരു 3 മിനിറ്റോളം നമുക്ക് ഇളം തീയിൽ, അതായത് മീഡിയം തീയിൽ നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഇത് വെന്ത ശേഷം ഇനി ഹൈ ഫ്ലെയിം ആക്കി കൊടുത്തിട്ട് അതിൻ്റെ ആ ഈർപ്പം പോകുന്നത് വരേക്കും ഒന്ന് ഇളക്കി കൊടുക്കുക. ഈർപ്പം മൊത്തം പോയതിനു ശേഷം നമുക്ക് പൊടികൾ ഓരോന്നായി ചേർക്കാവുന്നതാണ്. ഇപ്പോൾ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തു. ഇനി 2.5 ടീസ്പൂൺ മുളക് പൊടി, ഇനി ഇതിലേക്ക് മല്ലിപ്പൊടി ഒരു 2.5 ടീസ്പൂൺ ചേർക്കാം. പിന്നെ കുരുമുളക് പൊടി ഇപ്പം ഏകദേശം 1 ടീസ്പൂൺ ഇതിൽ ചേർത്ത് കഴിഞ്ഞു. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് കൂട്ടി യോജിപ്പിച്ച് അതിൻ്റെ ആ മസാലയുടെയൊക്കെ പച്ചപ്പ് പോകുന്നത് വരെയും നന്നായി ഇളക്കി കൊടുക്കുക. ഇപ്പം നന്നായിട്ടൊന്ന് പച്ചപ്പൊക്കെ പോയി ഒരു മാസ് പോലെ ആയതിനു ശേഷം ഇത് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന മട്ടനാണ്. ഏകദേശം ഒരു 3/4 മണിക്കൂറോളം ഞാൻ ഫ്രിഡ്ജിൽ വെച്ച മട്ടനാണ്. ഇതിനെ ഈ മിക്സിലേക്ക് നമുക്ക് കൂട്ടി യോജിപ്പിക്കാം. ഇത് വേവിക്കുമ്പോൾ ഇങ്ങനെ ഈ മട്ടൺ റോസ്റ്റ് ചെയ്യുമ്പോൾ ഇതിലേക്ക് വെള്ളം ഞാൻ ഒട്ടും തന്നെ ചേർക്കുന്നില്ല. നമ്മൾ ഈ മട്ടണിനെ അടച്ചു വെച്ച് വേവിക്കുമ്പോൾ അതിൽ നിന്ന് തന്നെ വെള്ളം വരും. ഇനി ഇത് കുക്കറിൽ വേവിക്കണമെങ്കിൽ ഈ സ്റ്റേജിൽ നമുക്ക് കുക്കറിലോട്ട് മാറ്റി കുക്കറിൽ ഒരു ഒറ്റ സ്റ്റീം വന്നതിന് ശേഷം, അതായത് ആദ്യം ഒരു ചെറിയ തീയിൽ വേവിക്കുമ്പോൾ ഒരു 5 മിനിറ്റോളം വേവിക്കുമ്പോൾ ആ മട്ടണിൽ നിന്നുള്ള വെള്ളം ഊർന്നിറങ്ങി വന്നതിന് ശേഷം പിന്നീട് ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു ഒറ്റ സ്റ്റീം വന്നതിന് ശേഷം താഴ്ത്തി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് വെച്ചതിന് ശേഷം മൊത്തം സ്റ്റീമും പോയി കഴിഞ്ഞ് എടുത്തു കഴിഞ്ഞാൽ മട്ടൺ പാകത്തിന് വെന്തിരിക്കും. അപ്പം ഇവിടെ ഞാൻ പാനിലാണ് വേവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ കുറച്ച് കറിവേപ്പില ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം ഇനി അടച്ചു വെച്ച് ഏകദേശം 15 മിനിറ്റോളം തുറക്കാതെ തന്നെ വേവിക്കുകയാണ്. ഇനി 15 മിനിറ്റ് കഴിഞ്ഞ് നോക്കുമ്പോൾ അതെ ഇത്രയും തന്നെ വെള്ളം നമുക്ക് കാണാം, അതിൽ നിറയെ വെള്ളം വന്നിട്ടുണ്ട്. ഇതെല്ലാം തന്നെ മട്ടണിൽ നിന്ന് വന്ന വെള്ളമാണ്, ഞാൻ ഒട്ടും തന്നെ വെള്ളം ചേർത്തിട്ടില്ല. ഇത് ഒന്ന് നന്നായി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കും. ആ മട്ടൺ എല്ലാം തന്നെ ആ ഗ്രേവിയിലൊന്ന് മുങ്ങാൻ വേണ്ടിയിട്ടും എല്ലായിടത്തും ഒന്ന് അതിൻ്റെ ലിക്വിഡ് ഒന്ന് പുരളാൻ വേണ്ടിയിട്ടും ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും നമുക്കിതിനെ ഒരു അനദർ ഒരു 15 മിനിറ്റ്സ് വീണ്ടും നമുക്ക് വേവിക്കാം. അതും അടച്ചു വെച്ച് തന്നെ വേവിക്കാം. കുക്കറിലാകുമ്പോൾ ഇങ്ങനെ ആവശ്യം വരുന്നില്ല. നമ്മൾ മൊത്തം വെന്ത് കഴിഞ്ഞ് അതിന് വെള്ളം നിറയെ നിൽക്കും. അത് പിന്നെ വരട്ടിയെടുത്താൽ മാത്രം മതി. അപ്പം ഇത് വീണ്ടും ഞാനൊരു 15 മിനിറ്റ്സ് വേവിച്ചപ്പോഴത്തേക്ക് അതിൻ്റെ മൊത്തം വെള്ളമൊക്കെ വന്ന് നിറയെ വെള്ളമുണ്ട്, കുറച്ച് തിക്ക് ഗ്രേവി ആയി കഴിഞ്ഞു ഇതെല്ലാം തന്നെ. അപ്പം ഈ വേവിക്കുന്നതെല്ലാം തന്നെ ഞാൻ മീഡിയം തീയിലാണ് വേവിച്ചിരിക്കുന്നത്. ഈ സമയത്ത് നമുക്കിനി ബാക്കി ഗരം മസാലയും ഏലക്കാപ്പൊടിയും പെരിഞ്ജീരകപ്പൊടിയും ചേർത്ത് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് നമുക്ക് വേവിക്കാം. അപ്പോൾ ഈ സമയത്ത് കുറച്ച് കറിവേപ്പില കുറച്ച് പുതിനയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു മണം മട്ടണിലേക്ക് ഇങ്ങനെ പിടിച്ചു തുടങ്ങും. ഇതൊന്ന് മിക്സ് ചെയ്ത ശേഷം ഇനി ഒരു 5 മിനിറ്റ്സ് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. അത് വേണമെങ്കിൽ നമുക്ക് ഹൈ ഫ്ലെയിമിലാണെങ്കിൽ ഒരു 2 മിനിറ്റ്സ് വെച്ചാൽ മതി. ലോ ഫ്ലെയിമിലാണെങ്കിൽ, അതായത് മീഡിയം ഫ്ലെയിമിലാണെങ്കിൽ ഒരു 5 മിനിറ്റ്സ് വേവിക്കാം. ഞാനിവിടെ ഒരു മീഡിയം ഫ്ലെയിമിൽ 5 മിനിറ്റ്സ് വേവിച്ച് കഴിഞ്ഞപ്പോൾ അതെ മട്ടണിലുള്ള ആ ഗ്രേവിയെല്ലാം ഏകദേശം നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഈ സ്റ്റേജിൽ ബാക്കിയുള്ള കുരുമുളക് പൊടി, അതേപോലെ എടുത്തു വെച്ചിരിക്കുന്ന എല്ലാ പൊടികളുടെയും ബാക്കി, അതായത് ഗരം മസാല, പെരുംജീരകപ്പൊടി, ഏലക്കാപ്പൊടി, ഇതുമെല്ലാം ചേർത്ത് ഇപ്പം ഈ സമയത്ത് നമ്മൾ മട്ടണിലേക്ക് കുരുമുളക് പൊടി ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഫ്ലേവർ അവസാനം നമ്മൾ കഴിക്കുമ്പോഴും അത് കാണും. പിന്നെ കുറച്ചുകൂടെ കറിവേപ്പിലയും ബാക്കി പുതിനയും ഇതിലോട്ട് ഫുള്ളായിട്ടങ്ങ് ചേർത്ത് മിക്സ് ചെയ്യുന്നു. ഇനി നമ്മൾ അടച്ചു വെച്ച് വേവിക്കേണ്ട ആവശ്യമില്ല, കാരണം മട്ടൺ നന്നായി വെന്ത് കഴിഞ്ഞു ഇവിടെ. ഇനി ഇതിനെ തുറന്നിട്ട് തന്നെ ഹൈ ഫ്ലെയിമിൽ നമ്മൾ നന്നായിട്ട് വരട്ടിയെടുക്കാൻ പോവുകയാണ്. കാരണം ഇത് റോസ്റ്റാണ് ഞങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നന്നായി വരട്ടാൻ വേണ്ടി തുറന്നിട്ട് വരട്ടുകയാണ്. ഇപ്പോൾ കാണാം അതിൽ ഇറച്ചിയിൽ നിന്നെല്ലാം വെള്ളമൊക്കെ വറ്റി ഓരോ ഇറച്ചിയിലും ആ മസാലയെല്ലാം പൊതിഞ്ഞ് നിൽക്കുകയാണ്. ഈ സ്റ്റേജിൽ നമുക്ക് മല്ലിച്ചപ്പ്, അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർക്കാം. ഞാനിവിടെ ചേർക്കുന്നുണ്ട്. ഏകദേശം ഒരു 1/2 കപ്പ് മല്ലിച്ചപ്പ് ചേർത്തു. ഇനി ബാക്കിയുള്ള കറിവേപ്പില, അത് കറിവേപ്പിലയും ചേർത്ത് നന്നായി കൂട്ടി യോജിപ്പിക്കുന്നു. ഇപ്പോൾ നമ്മുടെ കേരള സ്റ്റൈൽ മട്ടൺ റോസ്റ്റ് തയ്യാറായി കഴിഞ്ഞു. ഇതിനെ നമുക്കിനി സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം.
ഈ മട്ടൺ റോസ്റ്റിന് ചോറിനോടൊപ്പം പരിപ്പ് കറിയും ചേർത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇത് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക ആൻഡ് പ്ലീസ് സബ്സ്ക്രൈബ്.